ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. രോഹിണി നക്ഷത്ര ജാതകരുടെ കണ്ടകശനി അവസാനിക്കുന്നു. അതായത് 2025 രോഹിണി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഏകദേശം മാർച്ച് മാസം വരെ 2024 ഫലങ്ങൾ തന്നെയായിരിക്കും ഏറെക്കുറെ വന്നു ചേരുക. അതായത് സ്വന്തം തൊഴിലിൽ കാര്യതടസ്സം തുടരുന്നതാണ്. തൊഴിലിൽ ഉയർച്ച നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്നതിൽ അല്പം വിഷമിക്കേണ്ടി വരും. വസ്തു വിൽപ്പനയിൽ കാര്യമായ പുരോഗതിയൊന്നും വന്നു ചേരില്ല. കുടുംബത്തിൽ മനസമാധാനം കുറയുന്നതാണ്. അതായത് ഈ മാർച്ച് മാസം അവസാനം ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ടകശനി എല്ലാ രീതിയിലും അവസാനിക്കുന്നു. അതായത് നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനും അറുതി വരുന്നു. ഇനി ജീവിതത്തിൽ ഉയർച്ച മാത്രമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജൂൺ മാസം മുതൽ വ്യാഴ ആനുകൂല്യം നിങ്ങൾക്ക് വന്നു ചേരും. ആ ഒരു കാരണത്താൽ തന്നെ വളരെയധികം മനഃശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യാപാര രംഗത്ത് വളരെയധികം ധനനേട്ടവും ഉണർവും വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിക്ഷേപങ്ങളിൽ നിന്നും അധിക ലാഭം കൈവശമെത്തും. ആവിഷ്കാര ചാതുരി സാഹിത്യകാരന്മാർക്ക് കൂടുതൽ വായനക്കാരെ നേടിക്കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ജോലിയിൽ പോസിറ്റീവായിട്ടുള്ള ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളാണ്. മാർച്ച് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുകയും നല്ല കാലം ആരംഭിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇനി വന്നു ചേരുക. പ്രത്യേകിച്ചും ധനനേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ ലാഭം സ്വന്തമാക്കുവാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ്. സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് പലപ്പോഴും അതിൽ നിന്നും അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സാമ്പത്തിക വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഉപദേശം തേടുന്നതും വളരെയധികം ഗുണം ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്കും സാധ്യതയുണ്ട്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് 2025 എന്ന വർഷം ഏറ്റവും മികച്ച ഒരു വർഷം തന്നെയാണ്. എല്ലാ രീതിയിലും കണ്ടകശനി അവസാനിക്കുന്നതിനാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അത് അനായാസേന നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശത്രുക്കൾ മുട്ടുകുത്തും. ജോലിയുടെ കാര്യത്തിലായാലും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ മേഖലയിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. അനാവശ്യമായ ആശങ്കകൾ ഈ സമയം നിങ്ങളെ വേട്ടയാടുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ വെടിഞ്ഞ് നല്ല മനസ്സോടെ പ്രവർത്തിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. രോഹിണി നക്ഷത്ര ജാതകരായ ആളുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കുന്ന കാലമാണ്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹകാലമായതിനാൽ നല്ല ആലോചനകൾ വന്നെത്തും. കുടുംബം സന്താന സന്തോഷങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിലിൽ ചില വെല്ലുവിളികൾ നേരിടുവാൻ ഇടയുണ്ട്. എല്ലാ രീതിയിലും ശ്രദ്ധയോടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അന്യ സ്ത്രീകളോട് ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഹണി ട്രാപ്പ് പോലെയുള്ളവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ഈ കാലഘട്ടം കുടുംബസുഖം, ഭാര്യ പുത്രസുഖം, ബന്ധുജന സമാഗമം, തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധി, സാമ്പത്തികമായ നേട്ടം, ഉന്നത പദവി, വിവാഹ ഭാഗ്യം ഇവയെല്ലാം അനുഭവത്തിൽ വരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾ, ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്ന ആളുകൾ, ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വലിയ വിജയം തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം ലാഭം ലഭിക്കുന്ന കാലമാണ്.
ഭക്ഷണസുഖം, ആരോഗ്യം, കുടുംബസൗഖ്യം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം, വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹന ഭാഗ്യം, നവീന ഗൃഹഭാഗ്യം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുക, ലോട്ടറി ഭാഗ്യം, തൊഴിൽ ചെയ്തിരുന്ന ആളുകൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുവാനുള്ള യോഗം, നറുക്കെടുപ്പിൽ വിജയം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലർക്ക് തൊഴിലിൽ നഷ്ടം വരുവാനും ഇടയുണ്ട്. വരവിൽ കവിഞ്ഞ ചെലവ് വന്നു ചേരുന്നതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അഹങ്കാരം മൂലം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ വരുവാൻ ഇടയുണ്ട്. ആ കാരണത്താൽ എല്ലാ കാര്യങ്ങളിലും അമിതമായ ആത്മവിശ്വാസം ഗുണത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുവാനിടയുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ മിതത്വം പാലിക്കുകയും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം നഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുന്ന കാലമായതിനാൽ ധാരാളം പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ എല്ലാ രീതിയിലും വന്നു ചേരും. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളെല്ലാം മാറി വളരെയധികം ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. ചിലർക്ക് അഗ്നി മൂലം അല്ലെങ്കിൽ ആയുധം മൂലമോ അപകടമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നതും ഉത്തമമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം 2025 മെയ് 15 മുതൽ 2026 ജൂൺ 2 വരെയാണ്. നിങ്ങൾക്ക് വിവാഹ സമയം എല്ലാ രീതിയിലും അനുകൂലമായിരിക്കും. ഭാര്യ മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വാക്ചാതുര്യം പ്രകടിപ്പിക്കുവാൻ വളരെയധികം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ശനി മാറ്റം 2025 മാർച്ച് 29 മുതൽ 2027 ജൂൺ 3 വരെയാണ്. കണ്ടക ശനിയുടെ അന്ത്യം കുറിക്കും. രോഹിണി ശനിയുടെ ലാഭസ്ഥാനത്ത് വരുന്നത് സാമ്പത്തികമായി നിങ്ങളെ വളരെയധികം പുഷ്ടിപ്പെടുത്തുന്നതാണ്. സൽസന്താന സൗഭാഗ്യം, ധാരാളം തൊഴിലാളികളെ വെച്ച് ബിസിനസ് ചെയ്യുവാനുള്ള അവസരം, സർവകാര്യ വിജയം എന്നിവ ഉണ്ടാകുന്നതാണ്. രാഹു കേതു മാറ്റം 2025 മെയ് 18 മുതൽ 2026 ഡിസംബർ 5 വരെ. ഈ സമയം നിങ്ങൾക്ക് യാത്രയിൽ അപകടങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുള്ള സമയമാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായി വളരെയധികം ഉന്നമനത്തിലേക്ക് കുതിക്കുന്ന കാലം കൂടിയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സാമാന്യമായ ഗ്രഹനിലയ്ക്കനുസൃതമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഓരോരുത്തരുടെയും കൃത്യമായ ജന്മഗ്രഹനിലയ്ക്കും ജന്മശിഷ്ടത്തിനും ദശ അപഹാര സമയത്തിനും അനുസരിച്ച് നിങ്ങളുടെ അനുഭവയോഗത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് ജന്മഗ്രഹനിലയ്ക്ക് പുറമെ നിങ്ങളുടെ പങ്കാളി, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരുടെ ജാതക ഫലമനുസരിച്ചും ഈ പൊതുപ്രവചനത്തിൽ ചിലതൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഈ വർഷം സുഗമമായി കടന്നു പോകുവാൻ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്ഥാനം നോക്കി പരിഹാരം ചെയ്യുന്നത് വളരെയധികം അനിവാര്യമാണ്. രാഹു, ശനി, കേതു ദശാപഹാരമോ അന്തർദശാപഹാരമോ നടക്കുന്നവർക്കും ഈ പരിഹാരങ്ങൾ വളരെയധികം അത്യാവശ്യമാണ്. പൗർണമിക്ക് ചന്ദ്രഭഗവാനെ തൊഴുന്നതും തിങ്കളാഴ്ച ദിവസം ചന്ദ്ര പൊങ്കാല അനുഷ്ഠിക്കുന്നതും ദുരിതങ്ങൾ കടന്നു പോകുവാൻ സഹായിക്കുന്നതാണ്. ദുർഗ, ശിവ, പാർവതി ക്ഷേത്രങ്ങളിൽ തൊഴുന്നതും വളരെയധികം ഉത്തമമാണ്. നിങ്ങളുടെ ദശ അപഹാരത്തിനനുസൃതമായി അഭിഷേകങ്ങൾ നടത്തുന്നതും ഗുണകരമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് വെളുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പാൽ, അരി പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. രോഹിണി, അത്തം, തിരുവോണം ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. തിങ്കളാഴ്ചയും രോഹിണിയും വരുന്ന ദിവസവും പൗർണമിക്കും ഉപവസിക്കുക.
പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ശ്രീ ഭദ്രകാളിയെയും വണങ്ങുക. ചന്ദ്രനും ശുക്രനും പ്രത്യേക പൂജകൾ നടത്തുന്നത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. ശനിദശ കാലത്ത് പൂർണ്ണ സസ്യാഹാരം കഴിക്കുന്നതും ശനി അനുകൂലമാക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ കാലയളവിൽ മദ്യവും മറ്റു ആസക്തികളും തീർത്തും ഒഴിവാക്കിയില്ലെങ്കിൽ ശനിയുടെ ദുരിതങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.